ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിനു മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ മുട്ടക്കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കിയത് പുട്ടാണ്. റവ പുട്ടാണ് ഉണ്ടാക്കിയത്. അത്യാവശ്യം നല്ലൊരു കമ്പനിയുടെ റവയാണിത്. ഏകദേശം നമ്മൾ റോസ്റ്റ് ഒന്നും ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. റോസ്റ്റഡ് റവയാണെങ്കിലും ചിലതൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് കിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് അത് പാക്കറ്റ് പൊട്ടിച്ച ഉടനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ വരും. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി ഇങ്ങനെ വെച്ചു. റവ, തേങ്ങ, വെള്ളം, ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്ത് പൊടി കുഴച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ആ പുട്ടുണ്ടാക്കാനെടുത്ത പാത്രത്തിലേക്ക് തന്നെ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് എളുപ്പമാവും. അപ്പോൾ പുട്ടിനുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഒരു 2 ഉരുളക്കിഴങ്ങും കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കാന്താരി മുളകും മാത്രമാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കുക, ഉപ്പിട്ടിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് കുക്കറിലാണ് വെച്ചിരുന്നത്. ഏകദേശം ഉരുളക്കിഴങ്ങ് വേവാൻ എത്ര വിസിൽ വേണ്ടി വരും, അത് കിഴങ്ങിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മുടെ മിക്സ് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങയിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ഒരു 3 അല്ലി കൊച്ചുള്ളിയാണ്, ചെറിയ ഉള്ളി. അതിലേക്ക് പിന്നെ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് പെരിഞ്ജീരകം ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ഫസ്റ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഏകദേശം വെള്ളം ഒഴിക്കാതെ ഒന്ന് അരഞ്ഞ് കിട്ടണം. വെള്ളം ഒഴിക്കാതെ അരച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലാവണ്ട, ഏകദേശം ഈ ഒരു രൂപത്തിലാവണം. ഒരുപാട് അരഞ്ഞില്ല, അങ്ങനെ ആ ഒരു പരുവാവണം. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് വന്ന ആ കിഴങ്ങിലേക്കും ഉള്ളിലേക്കും നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്കർ അടയ്ക്കാതെ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഒരുപാട് തിളപ്പിക്കേണ്ട, തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കി കൊടുക്കുക. ഒന്ന് ചൂടാവുന്നതിനും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മുട്ടയില്ലാതെ വേണമെങ്കിലും, മുട്ട ഇടാതെ നമുക്ക് ആ കിഴങ്ങ് ആയിട്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അതിനുശേഷം ഞാനിതിലേക്ക് എടുത്തേക്കുന്നത് എഗ് മസാലയാണ്. എഗ് മസാല ഇല്ലാത്തവർക്ക് നമ്മുടെ നോർമൽ ഗരം മസാല വേണമെങ്കിൽ യൂസ് ചെയ്യാം. എഗ് മസാല ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എഗ് മസാല ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട്. നല്ല ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇതിന് താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് കൊച്ചുള്ളിയാണ്. കടുക് പൊട്ടിച്ച് അത് നമ്മുടെ കറിയിൽ നല്ല രീതിയിലൊന്നും വളരെ റെഡിയാക്കാൻ. ചെറിയ ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് തന്നെ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.